ഹായ്. ജർമ്മനി വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ക്ലയന്റിന് ലഭിച്ചിട്ടുള്ള വിസ റിജക്ഷൻ ലെറ്ററും അതിന്റെ സൊല്യൂഷനുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിട്ടുള്ളത് സഫീഷ്യന്റ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൂഫ്സ് അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ സ്പോൺസർ ലെറ്റർ തുടങ്ങിയ കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാവുന്നതായിരുന്നു, അറ്റാച്ച് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണബിൾ ഡൗട്ട്സ് അവർക്കുണ്ട്, എംബസിക്കുണ്ട്, തിരിച്ച് ഹോം കൺട്രിയിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളത്. ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തുടങ്ങി അറ്റാച്ച് ചെയ്യുക. വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലീവ് NOC, അതുപോലെ തന്നെ എംപ്ലോയി ID കാർഡ് തുടങ്ങിയവ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതല്ല, സ്വന്തമായിട്ട് ഫേം നടത്തുന്നവരാണ്, ഒരു സ്ഥാപനം നടത്തുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനു മുന്നേ പ്രീവിയസ് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഷെങ്കൻ ട്രാവൽ ഹിസ്റ്ററി അല്ലെങ്കിൽ US, UK, കാനഡ തുടങ്ങിയ ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിന്റെ വിസ കോപ്പികൾ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ റിജക്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇതുപോലുള്ള ജർമ്മനി വിസ ഡോക്യുമെന്റേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.